കറി ഉണ്ടാക്കാനായിട്ട് ഈ പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ. സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്ര ഐറ്റം പൊളിച്ച് ഇങ്ങനെ വെച്ചേക്കുവാണ്, വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. ഞാൻ പിന്നെ സവാള അരിയത്തില്ല, ചുമ്മാ മിക്സിയിലിട്ട് കറക്കിയെടുക്കുവാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ക്രഷ് ചെയ്തേ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അരിയൊന്നുമില്ല, അത് ഇതുപോലെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഒരു സവാള മാത്രം ഞാൻ ജസ്റ്റ് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. എന്തിനാണെന്ന് ചോദിക്കില്ല, ഞാൻ ജസ്റ്റ് ഒരെണ്ണം മാത്രം ചുമ്മാ വെച്ചതേ ഉള്ളൂ. ബാക്കി പച്ചമുളകും തക്കാളി കൂട്ടത്തിൽ അരിഞ്ഞു. ബാക്കി ഇത്ര ഐറ്റംസാണ്: സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് പിന്നെ സവാള. ഇത്ര ഐറ്റംസാണ് ചിക്കനായിട്ടുള്ളത്. ഇനി ഇത്രയെല്ലാം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ കഴുകാൻ പോകും. ചിക്കൻ കഴുകിയിട്ട് ബാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ അങ്ങനെ കഴുകി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാവേ. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് നമ്മൾ ആദ്യം കുറച്ച് സവാള അരിഞ്ഞ് വെച്ചെന്ന് പറഞ്ഞില്ല, ആ സവാള നമുക്ക് എടുത്തിടാം. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് അകലമൊക്കെ പാലിക്കാം. ഇനി ബാക്കിയുള്ള സവാള നമുക്കിടാവേ. ആരും ഒന്നും പേടിക്കണ്ട. സവാള അരിഞ്ഞപ്പോൾ സവാളയുടെ അതിൻ്റെ ആ വെള്ളം ഉള്ളത് കാരണമാണ് അത്രയും പൊട്ടിത്തെറിച്ചത്. നമുക്ക് മറ്റേ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചത് അത് നമുക്കിനകത്തോട്ട് ഇടാം. അതായത് എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരില്ല, ഞാൻ ഒറ്റയ്ക്കായി വീഡിയോ എടുക്കുന്നത്. ഈ ചിക്കനും അരിയുന്നത് അത് കുറച്ച് പാടാണ് എല്ലാം കൂടെ. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഞാൻ ഇടട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെ ഇട്ടിട്ടുണ്ട്. പേസ്റ്റ് അല്ലായിരുന്നു കേട്ടോ, ക്രഷ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കാം. ഇത് കുറച്ച് സവാള ഭയങ്കരമായിട്ട് വലിപ്പത്തിൽ കിടപ്പുണ്ട്. അത് ഞാൻ ക്രഷ് ചെയ്തപ്പോഴേ എല്ലാം കൂടെ സെറ്റായില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മമ്മിയും എൻ്റെ അനിയത്തിയും കൂടെ എന്നെ പറയാത്തുന്നുണ്ട്. അവർ ഞാൻ കളിയാക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയും. ഇതൊക്കെ എൻ്റെ ഐഡിയയിൽ ഞാൻ ചുമ്മാ തന്നെ ചെയ്യുന്നത്. യൂട്യൂബിലൊക്കെ നോക്കി ചെയ്തു. പക്ഷേ യൂട്യൂബിൽ ചെയ്താലും പിന്നെ 2 പ്രാവശ്യം ആകുമ്പോൾ നമുക്കൊന്നും കുറച്ച് ഐഡിയ ഒക്കെ വരുമല്ലോ. അങ്ങനെ എൻ്റെ ഐഡിയ ചെയ്തതാണ് ഇതൊക്കെ. ഇതിങ്ങനെ മിക്സിക്കകത്തിട്ട് അരച്ചിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് നല്ല ചാറ്, നല്ല പൊഴിഞ്ഞ ചാറല്ല, നല്ല കട്ടിക്കിരിക്കുള്ളൂ. അതാണ് ഉദ്ദേശിച്ചത്. ആ രീതിയിൽ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കട്ടിക്കിരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അത് നോക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇടാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടാം. ഇനി കുറച്ച് ഉപ്പും കൂടി ഇടാമേ. ഇത്രയാണ് ഇടുന്നത്. കുറച്ചുകൂടെ ഇട്ടേക്കാം. ഇതിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യും. അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തരാതെ. എനിക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ഉണ്ടല്ലോ, ആ രീതിയിൽ ഇതിന് വേണം എന്നാണ് നമ്മുടെ ഷാൻജിയോ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടല്ലോ യൂട്യൂബിൽ. ആ ചേട്ടനെ കണ്ടാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ്. അപ്പം ഇതാണ് ആ രീതിയിൽ ഇങ്ങനെ വരണം. അതായത് ഗോൾഡൻ ബ്രൗൺ രീതിയിൽ വരണമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. നമുക്കത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കാം. എന്നിട്ട് ഞാനാണ് തീ കൂട്ടി വെച്ചിട്ട് അപ്പുറത്തോട്ടൊന്ന് പോയത്. അന്നേരം വേണ്ട കഴിഞ്ഞിരിക്കുന്നു. ഒരാൾ കുട്ടി ആദ്യം ചിക്കൻ ഒന്ന് വാങ്ങിച്ചിരുന്ന അവസ്ഥയാണ് എനിക്കിപ്പോൾ. കുഴപ്പമില്ല, ഗോൾഡൻ ബ്രൗൺ ആണെന്ന് പറഞ്ഞ് നമുക്ക് ചിക്കൻ പ്രകാരം ഉണ്ടാക്കാം. ബാക്കി മസാലയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇനി നമ്മൾ അതിനകത്തോട്ട് മല്ലിപ്പൊടി ഇടണം, മഞ്ഞൾപ്പൊടി ഇടണം, പിന്നെ മുളക് പൊടിയുണ്ട് അതും ഇടണം, പിന്നെ നമ്മുടെ ചിക്കൻ മസാല അതും കൂടി ഇടണം. പിന്നെ ലാസ്റ്റ് മീറ്റ് മസാല. ഇതെല്ലാവരും ഇടുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറച്ചിടാറുണ്ട്. കുറച്ച് ടേസ്റ്റ് ഉണ്ട് മീറ്റ് മസാല ഇടുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഇടാറുണ്ട്. എല്ലാവരും യൂസ് ചെയ്യുന്നതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ഇത്രയും മഞ്ഞൾപ്പൊടി, ഇത്രയും മഞ്ഞൾ, പിന്നെ മല്ലിപ്പൊടി ഇടാം. എനിക്കെൻ്റെ കണക്കൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ ഇതിൽ ഇടണം. ഇത്രയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ചിക്കൻ മസാല മാത്രം ഇട്ടിട്ടില്ല. അത് ഞാൻ ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് വെച്ചു. ബാക്കി എല്ലാം വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബാക്കി ഇവിടെ കരിഞ്ഞു. അത് കാരണം വീഡിയോ എടുത്ത് ഒരാളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ സാധനം കരിഞ്ഞ് പോകത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ഇടാവേ. തക്കാളി ഇട്ടുണ്ട്. ഇനി അതും ഇട്ട് നമുക്ക് ഇളക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇടാം. ഇത് ഇളക്കണമായിരുന്നു. അപ്പോൾ ചിക്കൻ നമ്മൾ അങ്ങനെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഞാൻ അന്നേരം ആ വീഡിയോ എടുത്തില്ല, നല്ല ഇളക്കിയിട്ടുണ്ട് ഞാൻ. പിന്നെ എൻ്റെ പാത്രം ഈ കരിഞ്ഞ് പോകുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അടിയിൽ കുറച്ചും ജസ്റ്റ് ഒന്ന് കരിഞ്ഞതേ ഉള്ളൂ. പിന്നെ മേലോട്ടൊന്നും വലിയ സീനൊന്നുമില്ല. ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല സൂപ്പർ യമ്മി. പിന്നെ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർക്കാമേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഇടാമേ. ഇടാമേ. ഞാനിപ്പം 1 കപ്പ് വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് എത്ര വേണം. പക്ഷേ ഒരു കുടിക്കുന്നില്ല കേട്ടോ, അത്രയും വേണം തോന്നുന്നു. എത്ര മതി. വയസ്സ് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളയ്ക്കണം. എന്തെങ്കിലും കുറവുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കളർ കുറവാണ് ചിക്കനൊക്കെ ആണെങ്കിൽ എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്നാലും ഒന്നും കൂടി യൂട്യൂബിൽ പോയി ഷാൻജിയുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. എന്നിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കാം. എന്നിട്ട് ഉണ്ടാക്കാൻ പിന്നെ കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർക്കാം. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇപ്പം കണ്ടാൽ പറയും എൻ്റെ ചിക്കൻ കറി കരിഞ്ഞ ചിക്കൻ കറിയാണ്. ആ മുമ്പേ കണ്ട കരിഞ്ഞ ചിക്കൻ കറിയാണ് കണ്ടാൽ പറയും. അതാണ് ഞാൻ. ഞാൻ ചിക്കൻ മസാല അതിനകത്ത് ചേർത്തില്ല. ഇത് ഞാൻ ചിക്കൻ മസാല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്ത് ഇടുള്ളൂ.
ചിക്കൻ മസാലയും ഗരം മസാല ഇട്ടില്ലായിരുന്നു, അതും കൂടെ ഇട്ട് ലാസ്റ്റ് ചെയ്തെടുത്ത് പോകാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഞാനിപ്പോൾ പൊടിച്ച് വെച്ച എൻ്റെ ചിക്കൻ മസാല അതും കൂടി ഇടുന്നുണ്ട്. പിന്നെ കരിയാപ്പിലയും ഇടുന്നുണ്ട്. പിന്നെ ഗരം മസാല ഇത് ഞാൻ സ്വന്തമായിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത്രയും മതി. ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനകത്ത് ഗൈസ് കുരുമുളക് പൊടിയും കൂടി ഇടണം കേട്ടോ. അത് പക്ഷേ എൻ്റെ ഇല്ല, തീർന്നു പോയി. ഞാൻ അറിഞ്ഞില്ല ഇതിനകത്ത് ഇല്ലായിരുന്നു. കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഇതിങ്ങനെ ആ പൊടി നമ്മൾ ഇട്ട് ചൂടാക്കി എടുത്തപ്പോൾ എൻ്റെ ചിക്കൻ്റെ കളർ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ആ സവാളയാണെങ്കിൽ മറ്റേ മിക്സിയിൽ ഇട്ട് ക്രഷ് ചെയ്തെടുത്തേ, അതുകൊണ്ട് അത് കാരണമാണ് ഇത്രയും ചാറിയാണ്, കൂടുതൽ ചാറായിട്ട് വന്നോ. ഞങ്ങൾക്ക് ചാറാണ് മെയിനായിട്ട് വേണ്ടത് ഞങ്ങൾക്ക്, അത് കാരണം ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. പിന്നെ നാളെ ഇതിപ്പോൾ ഞാൻ വൈകിട്ട് ഉണ്ടാക്കി വെക്കുവാണ്. നാളെ രാവിലെ കപ്പ വീച്ച് തന്നായിരുന്നു. അപ്പോൾ കപ്പ വീച്ചതും ഈ ചിക്കൻ കറിയും കൂടെ അങ്ങോട്ട് കഴിക്കണം. ഓ എമ്മി ആയിരിക്കും, എമ്മി. ഫൈനലി ഗൈസ് എൻ്റെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ കടുകും മറ്റേ കൊച്ചുള്ളിയൊക്കെ താളിച്ച് വേണം ചേർക്കാം. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ് ലാസ്റ്റ്. പക്ഷേ എനിക്കിപ്പോൾ മടിയായത് കാരണം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ലാസ്റ്റ് ഇതാണ് ഗൈസ് എൻ്റെ ചിക്കൻ കറി. ഈ ലുക്കിൽ മാത്രമല്ല ഒരു ടേസ്റ്റുമുണ്ട് ഗൈസ്, എന്നെ വിശ്വസിക്കൂ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇതിൻ്റെ മേലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചുമ്മാ ഇട്ടുണ്ടെങ്കിൽ മുമ്പേ ഇടാൻ മറന്നുപോയി. ഇപ്പോൾ ഒന്നുകൂടെ ഇട്ടിട്ട് നിൽക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.